മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ദുരന്തബാധിതരുടെ വായ്പയിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ഇന്ന് ചേരും. വായ്പാ ബാധ്യതകളിൽ ഇളവ് നൽകുന്നതും വായ്പകൾ എഴുതിത്തള്ളുന്നതും യോഗത്തിൽ ചർച്ചയാകും. അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് അലക്സ്, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലേ, ഈ വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ നിൽക്കുമ്പോൾ അവരിൽ നിന്ന് ബാങ്ക് EMI തിരിച്ചു പിടിക്കുക, അതറിയാതെയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വല്ലാതെ വേദന തോന്നിയ അല്ലെങ്കിൽ ദേഷ്യം തോന്നിയ ഒരു നീക്കമായിരുന്നു അത്. പക്ഷെ തെറ്റ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവർ. ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മൊറട്ടോറിയം പ്രഖ്യാപനം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഒന്ന് മുന്നോട്ട് പോകാൻ മാനസികമായും ശാരീരികമായും ഒക്കെ തളർന്നിരിക്കുന്ന മനുഷ്യരാണത്. അപ്പോൾ അതിലെന്താണ് പരിഹാരം ഉണ്ടാകുക എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. കൃഷ്ണ ഗുഡ് മോർണിംഗ്, സ്മിത ഗുഡ് മോർണിംഗ്. രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട കാര്യം മുണ്ടക്കൈ ചൂരൽമല ഒപ്പം പുഞ്ചിരിമട്ടത്തെയും ഈ ദുരന്തത്തെ അതിജീവിച്ചവരുടെ അതിജീവനത്തിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാർ ഇവർക്ക് ഈ ദുരന്തബാധിതരായി അല്ലെങ്കിൽ ഈ ദുരന്തത്തെ അതിജീവിച്ച് ക്യാമ്പുകളിലും മറ്റുമൊക്കെയായി കഴിയുന്നവർക്ക് അടിയന്തര ധനസഹായം നൽകിയിരുന്നു. 10,000 രൂപ വീതം അവർക്ക് നൽകിയിരുന്നു. ആ 10,000 രൂപയിൽ നിന്ന് ചില ബാങ്കുകൾ അവരുടെ വായ്പാ തിരിച്ചടവുകൾ പിടിച്ചു, EMI അടക്കം പിടിച്ചു എന്ന ദുഃഖകരമായ വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. അത് അങ്ങേയറ്റം നെറുകെട്ട പ്രവൃത്തിയാണെന്ന് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചിരുന്നു. റവന്യൂ മന്ത്രി K. രാജൻ അടക്കം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയിരുന്നു. അത് കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നാണ് അത്തരം നടപടികൾ ഉണ്ടായത്. അത് പുനഃപരിശോധിക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരുടെ വായ്പാ തിരിച്ചടവുകളിൽ ഇളവുകൾ പ്രഖ്യാപിക്കുന്ന കാര്യവും അതുപോലെ എന്തൊക്കെ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്ന കാര്യത്തിലും നിർണായകമായി ഇന്ന് സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നത്. തിരുവനന്തപുരത്ത് രാവിലെ 10:30 മണിക്കാണ് ഈ ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമിതി യോഗത്തിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്കറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ പരമാവധി പേരുടെ വായ്പ എഴുതിത്തള്ളണം എന്ന ശുപാർശ അത് സംസ്ഥാന സർക്കാർ തന്നെ ഈ യോഗത്തിൽ മുന്നോട്ട് വയ്ക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതബാധിതരായി കഴിയുന്നവർക്ക് ജൂലൈ 30 മുതൽ വായ്പ, അതായത് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഒരുപക്ഷെ ഇന്നുണ്ടായേക്കും, ഈ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ ഉണ്ടായേക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല കൃഷ്ണ, സ്മിത, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വായ്പ എഴുതിത്തള്ളുന്നതിനുള്ള തീരുമാനം എടുക്കുന്നതിന് ഈ ബാങ്കേഴ്സ് സമിതി യോഗത്തിന് തൽക്കാലം അധികാരമില്ല എന്നുള്ളതാണ്. അതിന് ബാങ്കുകളുടെ ഡയറക്ടർ ബോർഡുകൾക്കാണ് അതുമായി ബന്ധപ്പെട്ട അധികാരമുള്ളത്. അതിനാൽ ഈ ബാങ്കേഴ്സ് സമിതി തന്നെ അർഹമായ വായ്പകൾക്ക് ഇളവ് നൽകണമെന്ന കാര്യം ഈ ഡയറക്ടർ ബോർഡുകളോട് ആവശ്യപ്പെടുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ അർഹമായത് ആർക്കൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ട കുടുംബം, ആ കുടുംബത്തിലെ ബാങ്ക് വായ്പകൾ, അതുപോലെ കുട്ടികൾ മാത്രം അവശേഷിക്കുന്ന കുടുംബങ്ങളുടെ വായ്പകൾ, അതൊക്കെ എഴുതിത്തള്ളുന്നതിനുള്ള തീരുമാനമുണ്ടാകും. മറ്റു വായ്പകളുടെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് നിർണായകമായ കാര്യം. നിർണായകമായി എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യവും അതുതന്നെയാണ്. കാരണം അവർക്കൊപ്പമാണ് നിൽക്കേണ്ടത്. അതിജീവിക്കുന്നവർ അവരിൽ പലരുമാണ്. അതിനാൽ അത് ഏതൊക്കെ തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട തീരുമാനം. ആ തീരുമാനത്തിനായി കാത്തിരിക്കുന്നു. എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നീക്കം ഈ ബാങ്കേഴ്സ് സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്ഥാന സർക്കാർ ദുരിതബാധിതർക്കൊപ്പം നിൽക്കുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. കൃഷ്ണ, സ്മിത. ശരി, അലക്സ് റാം മുഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേർ നമുക്ക് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പോയ ഈ വാർത്ത, ബാങ്ക് ഇപ്പോൾ അവരുടെ അടുത്തുനിന്ന് EMI പിടിച്ചാൽ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന അതുപോലെയാണെന്നൊക്കെ പറയുന്നു. ആ പ്രയോഗമൊക്കെ തന്നെ നമുക്ക് ഉപേക്ഷിക്കാമെന്ന് തോന്നുന്നു. നമ്മൾ തന്നെയല്ലേ അവർ, നമുക്ക് നാളെ എന്തായിരിക്കും കാത്തുവച്ചിട്ടുള്ളതെന്ന് ആർക്കറിയാം. ഏതായാലും അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പോൾ ദുരന്തബാധിതരായിട്ടുള്ളവർ ഏറ്റവും പ്രധാനമായി അവരെ സഹായിക്കുക എന്നുള്ളതാണ്. അതുപോലെ പറയുന്നു മൊറട്ടോറിയം പ്രഖ്യാപിച്ചാൽ പലിശ പിന്നീട് കൂടും എന്നൊക്കെ പറയുന്നു. പക്ഷെ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ എല്ലാവരും ഇതുവരെ കൂടെ നിന്നതുപോലെ തന്നെ അധികാരികളും സർക്കാരും ഒക്കെ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, തീരുമാനമെടുക്കേണ്ടവരൊക്കെ അവർക്കൊപ്പം തന്നെ നിൽക്കും. അവരെ അങ്ങനെ കഷ്ടപ്പെടുത്തില്ല എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.